ഹായ് എവരി വൺ, ദ ബില്യണിയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റി പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. ലൈഫിൽ ഇതുവരെ ഞാൻ പല രാജ്യങ്ങളിലും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇല്ല സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തുമൊക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തെല്ലാം കൂടെ നമ്മൾ എത്തിച്ചേരില്ല. ടെക്നോളജി കുറച്ചുകൂടെ സമൃദ്ധമാണ്, കുറച്ചുകൂടെ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി എഐയുടെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദ ബില്യണിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം തന്നെ ദ ബില്യണിയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു പ്രോജക്റ്റിൽ കൂടെ നമ്മൾ ഗ്ലോബലി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളത് ഗ്ലോബലി ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ 15 ലാംഗ്വേജിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടൻറ്റ് ഓൾറെഡി തന്നെ മലയാളത്തിലുള്ള കോണ്ടൻറ്റെല്ലാം ക്രിയേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏത് ക്ലാസ്സും വേണമെങ്കിലും നിങ്ങൾക്ക് ലേണിങ്ങിൽ എടുത്ത് അപ്പോൾ തന്നെ കേട്ട് തുടങ്ങാം. പക്ഷേ ഇംഗ്ലീഷിലും ചൈനീസിലും ഫ്രഞ്ചിലും ബാക്കി എല്ലാ ലാംഗ്വേജിലേക്ക് എടുക്കുന്നത് ആദ്യം ഇംഗ്ലീഷിലെടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിലെ അധ്യാപകരുമായിട്ട് ചേർന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ട്രെയിനേഴ്സും ആയിട്ട് ചേർന്നിട്ട് കോച്ചസുമായിട്ട് ചേർന്ന് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അത് ചെയ്യിക്കാനായിട്ട് നമ്മളിപ്പം ഒരു ഓഫീസിൽ തന്നെ എല്ലാവരും ചെയ്യുമെന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ മാറി നിങ്ങൾക്ക് അറിയാമല്ലോ. ജിഗ് ഇക്കോണമി, ജിഗ് ജോബ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്നോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചോ എവിടെ വേണമെങ്കിലും ചെയ്യാം. നമുക്കതിന് അത്യാവശ്യമുള്ള ചില റോളുകളുണ്ട്. കാരണം ഈ പ്രോജക്റ്റ് എല്ലാം ചെയ്യിച്ചെടുക്കാൻ പറ്റുന്ന നമുക്ക് ജനറൽ മാനേജേഴ്സ്, അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, കോച്ചസ്, മോഡൽസ്, ഇൻഫ്ലുവൻസേഴ്സ്, അവതാർ വീഡിയോ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റുകൾ, വീഡിയോ എഡിറ്റേഴ്സ്, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ്, നല്ല ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ വീഡിയോ ആൻഡ് മൾട്ടിമീഡിയ പ്രോഡക്ട്സ് ചെയ്യുന്ന ആൾക്കാർ, ഗ്രാഫിക് ഡിസൈനേഴ്സ്, ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. ഇത് മാത്രമല്ല വേറെ ടെക്നിക്കലായിട്ട് വേറെ ഒരുപാട് ഇതിലേക്ക് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിൽ കൂടെ ഒരു ലൈഫ് ലൈനുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനേഴ്സിന് എന്താണെങ്കിലും ലാർജ് സ്കെയിൽ എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പേഴ്സണലൈസ്ഡ് കോച്ചിങ് കൊടുക്കുക, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വ്യക്തിഗതമായി ഇവിടെയും മറ്റ് GCCയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ബിസിനസ്സുകാർ ഒരുപാട് പേര് പേഴ്സണലിയാണ് ചോദിക്കുന്നത്. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള അപ്പോൾ അവിടെ ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ച് തരാനായിട്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ മൊബൈലും ഉണ്ടാകും, ട്രെയിനേഴ്സിൻ്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കോച്ചസിൻ്റെ മൊബൈലും ഉണ്ടാകും. അപ്പം കോച്ചസിൻ്റെ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും കോച്ചിങ് ചെയ്യേണ്ട രീതികളും മെത്തേഡും സിസ്റ്റം. അവരായിട്ടൊന്നും ഉണ്ടാക്കണ്ട, എവറിത്തിങ് ഇസ് ദെയർ, ജസ്റ്റ് ഡെലിവറി ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലാണെങ്കിലും ശരി നമുക്ക് അവരെയും ആവശ്യമുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന കൂടാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉടനെ തന്നെ ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിൽ കാണുന്ന വാട്സപ്പിലൊന്ന് പ്രതികരിച്ചാൽ മതി. അപ്പോൾ അവിടെ വെച്ച് ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് ക്രാഷ് പ്രോഗ്രാം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായൊരു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് എല്ലാം കിട്ടേണ്ടതെല്ലാം. അപ്പം ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് പറഞ്ഞത് ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, കോച്ചസ്, അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, മോഡൽസ്, അപ്പോൾ അവരൊക്കെ അതിൽ ഉൾപ്പെടണം. അപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റേ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് അങ്ങോട്ട് കൊടുത്ത് പീസ് വർക്ക് എന്നുള്ള രീതിയിലാണ് വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ പേയ്മെൻറ്റും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉടനെ തന്നെ കിട്ടുക എന്നുള്ളതാണ്. അതേസമയത്ത് ട്രെയിനേഴ്സ്, കോച്ചസ്, അല്ലെങ്കിൽ മെൻറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അവരെ വീണ്ടും അത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലും പുറത്തെടുക്കുന്ന രീതിയിൽ എന്നാൽ മലയാളത്തിൽ എടുക്കുന്ന രീതിയിലും എല്ലാം അവരെ ആ ഒരു രീതിയിൽ കേപ്പബിളാക്കിയാൽ അവർക്ക് തന്നെ കഴിവ് കാണും. പക്ഷേ അവരെ ആ ഒരു സിസ്റ്റത്തിലേക്ക് എംപവർ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ എംപവർ ആക്കിയതിന് ശേഷം അവർക്ക് ഈ പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഓഫ് കോഴ്സ് ഈ കോഴ്സിന് ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫീസിൽ ഹോട്ടൽ എക്സ്പെൻസസ് കഴിച്ചിട്ട് വരുന്നത് അതിൽ പ്രോഗ്രാമിലേക്ക് ഫ്യൂച്ചർ കൂടെ ചേരുന്ന ആൾക്കാരുടെ ഇക്വിറ്റിയിലേക്ക് പോകും. ഇക്വിറ്റി ഷെയർസിലേക്ക് അവർക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നതാണ്. ബാക്കി അവർ ചെയ്യുന്ന എല്ലാത്തിൽ നിന്ന് റവന്യൂ കിട്ടുന്നതാണ്. റവന്യൂ നല്ല രീതിയിലുള്ള റവന്യൂ കിട്ടുന്നതാണ്. തൗസൻഡ്സ് ഓഫ് ക്രോർസിൻ്റെ പ്രോജക്റ്റ് നാളെ ആകാനായിട്ടുള്ള പ്രോജക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ തുടക്കം പഠിക്കണമല്ലോ. അപ്പോൾ തന്നെ ഇത് താല്പര്യമില്ലാത്ത ആൾക്കാർ വന്ന് കയറിയിരുന്ന് ക്ലാസ്സുകൾ ഉഴപ്പിപ്പോകരുത്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വരാവുള്ളൂ. അതുകൊണ്ടാണ് കോസ്റ്റ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ തന്നെയല്ല ഇതൊരു പ്രസ്ഥാനമായിട്ട് മാറി വരുവാണല്ലോ. അപ്പം വളരെ താല്പര്യമുള്ളവർ വേണം വരാനായിട്ട്. അപ്പം വളരെ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ അറിയിച്ചുകൊണ്ട് കുറേ മെസ്സേജസ് വരും അങ്ങോട്ട്. അപ്പോൾ ലിങ്കായിട്ടൊക്കെ പല വീഡിയോ ലിങ്കായിട്ടൊക്കെ വരും. അപ്പോൾ ആ ലിങ്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാണ്ടെല്ലാം അറിയാം. നിങ്ങൾക്ക് എന്താണ് പ്രയോജനം കിട്ടുന്നത്, പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത് എല്ലാം. ഇപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇതുപോലെ കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാലിക്കറ്റ്, തൃശ്ശൂർ, അതിൻ്റെ ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്റേഴ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആദ്യമേ തന്നെ വരുന്ന ആൾക്കാരെ സഫീഷ്യൻ്റായ പിന്നെ മുന്നോട്ട് കുറച്ച് നാൾ കഴിഞ്ഞേ പോവുള്ളൂ. എനിവേ ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റോൾ ഇതാണ്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ്ങിന് നല്ല ടാലൻറ്റ് കാണും, പക്ഷേ അവർ എക്സ്പോഷറിൻ്റെ കുറവ് കാണും. ചില ആൾക്കാർക്ക് എക്സ്പോഷർ കാണും, പക്ഷേ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ചട്ടക്കൂടിലായിരിക്കത്തില്ല. അപ്പോൾ അതുമെല്ലാം കൊണ്ടുവന്ന് പിന്നെ അത് കൂടാതെ നമുക്ക് ധാരാളം അവസരങ്ങളുള്ളത് GCC രാജ്യങ്ങളിൽ, ഇപ്പോൾ ദുബായ്, UAE, സൗദി അറേബ്യ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ആന്ത്രപ്രനേഴ്സ് അല്ലെങ്കിൽ അവിടത്തുകാരായിട്ടുള്ള ആന്ത്രപ്രനേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സൂമിലൂടെ ആണെങ്കിലും അല്ലാതെ അവിടെ പോയിട്ടുമൊക്കെ ആണെങ്കിലും നേരിട്ട് കോച്ചിങ് ആവശ്യമുണ്ട്. അപ്പോൾ കോച്ചിങ് എന്താ പഠിപ്പിക്കുന്നത്, ഞാൻ എന്താ പഠിപ്പിക്കുന്നൊരു പ്രശ്നമില്ല, പഠിപ്പിക്കേണ്ട കാര്യമെല്ലാം ഇവിടെ തന്നെ തരുന്നുണ്ട്. അപ്പം അതൊരു കോച്ചായിട്ട് വരുന്ന അല്ലെങ്കിൽ ട്രെയിനർ ആയിട്ട് വരുന്ന ആളിൻ്റെ മൊബൈലിൽ തന്നെ പാസ്വേഡ് ഇട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഓരോരോ മോഡ്യൂൾ വെച്ച് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള വിശദാംശങ്ങൾ മുഴുവനും കാണും. അപ്പോൾ ആ വിശദാംശങ്ങൾ നമ്മൾ നോക്കിയിട്ട് ആ സ്റ്റോറിയും കേസ് സ്റ്റഡീസും എല്ലാം ഉൾപ്പെടെ നമ്മുടെ ആന്ത്രപ്രനേഴ്സിന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ഒക്കെ ഓൾറെഡി തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനകത്തും ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഐഡിയ അവിടെ വെറുതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവർ നോക്കത്തൊന്നുമില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നവർക്ക് പണം വരുന്നു എന്ന് ഉറപ്പ് വരുത്തുകയാണ് കോച്ചസും മെൻറ്റേഴ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ഇൻഡസ്ട്രിക്കാർക്ക് വളരെ നോക്കുകയാണെങ്കിൽ അറിവില്ലാതെ വെറുതെ മണ്ടത്തരങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. ഇതിനകത്ത് ഓരോ ട്രെയിനേഴ്സും ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വരുന്നത്. എല്ലാവരും പല വിധത്തിലുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്, പല വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസാണ് കൊടുക്കുന്നത്. അതിന് പകരം ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ വളരെ യൂണിഫോംഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, അപ്പം അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എല്ലാം എൻ്റെ തന്നെ അനവധി പുസ്തകങ്ങളായിട്ടും എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ സംഭവത്തെ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഓരോരുത്തരെ കൊണ്ടും ചെയ്യിച്ച് എടുക്കുകയായിരിക്കും. അപ്പം ട്രെയിനേഴ്സായിട്ടും കോച്ചാകാനൊക്കെയുള്ള ആൾക്കാർ, ഇല്ല മെൻറ്റേഴ്സ് ആകാനുള്ള ആൾക്കാർ, ഇത് ജോലിയുള്ളവർക്കും ചെയ്യാം. മറ്റ് ട്രെയിനിങ് ഇപ്പോൾ നിങ്ങൾ വേറെ ബ്രാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, നിങ്ങൾ വേറെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ പോകുന്നവരായിരിക്കാം, ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കും, അവർക്കും ചെയ്യാം. കാരണം ഇതൊരു നിങ്ങൾ മാത്രം തുടങ്ങുന്നൊരു ബിസിനസ്സല്ല. അപ്പോൾ തന്നെയല്ല ഇതിനകത്ത് ഒരുവിധം നമുക്ക് സഹകരിച്ച് പോകുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കമ്പനിയിലെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അതായത് സ്റ്റേക്ക് കൊടുക്കുന്നുമുണ്ട്. കാരണം ഇതൊരാളെ കൊണ്ട് രണ്ടാളെ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. ഇതൊരു വലിയ മൂവ്മെൻറ്റായിട്ട് ആയിരക്കണക്കിന് പേര് പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെൻറ്റായിട്ട് മാറണം. അതാണ് ഇതിനകത്തെ വിഷയം. അപ്പോൾ വേറെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. ടെക്നോളജി മുന്നിലുണ്ട്. ഒരു 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ടെക്നോളജിയിലേക്ക് നമുക്ക് പോകും. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങാം. പക്ഷേ തുടങ്ങുന്നത് ഇപ്പം തന്നെ തുടങ്ങുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ മാത്രമായിട്ട് 2 പേര് ആൾ വെച്ചിട്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇയർലി അഡാപ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പം എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക, നമുക്ക് കാണാം, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാം. ഓൾ ദി ബെസ്റ്റ്.